നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, താന്ത്രികങ്ങൾ, വഴിപാടുകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി കണ്ടുവരുന്നുണ്ട്. അതുപ്രകാരം ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നമ്മുടെ പേഴ്സുകളിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ ഇങ്ങനെ എഴുതി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പണതടസ്സം എന്ന ഒന്നും ഉണ്ടാകില്ല എന്നതിനെക്കുറിച്ചാണ്. എന്താണ് എഴുതി വെക്കേണ്ടത്, എവിടെയാണ് വെക്കേണ്ടത്, അതുപോലെ തന്നെ എപ്പോഴാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുഴുവനായും കാണുവാൻ പോകുന്നത്. ഒരുപാട് മണി മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പലർക്കും ഇതുപോലുള്ള മെത്തേഡുകൾ ഫലം നേടിത്തരുന്നവയായിരിക്കും. മറ്റുള്ളവർക്കാകട്ടെ, മാഡം ഏത് കാര്യങ്ങൾ ചെയ്താലും എനിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തേ ഇങ്ങനെയെന്ന് പലരും പല വിധത്തിലുള്ള ഒരു വിഷമങ്ങൾ പറയുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് എല്ലാവർക്കും എല്ലാ മെത്തേഡുകളും പ്രയോജനം തരണമെന്നില്ല. ചിലർക്ക് നിത്തികാ ദേവതയെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും, ചിലർക്ക് കോൺവലക്സ ചൊല്ലിയാൽ ഫലം കിട്ടും, ചിലർക്ക് വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നോ അല്ലെങ്കിൽ സഡൻ എന്നുള്ള സ്വിച്ച് വേർഡോ അല്ലെങ്കിൽ എന്നിൽ എന്നുള്ള സ്വിച്ച് വേർഡോ എല്ലാം ചൊല്ലുമ്പോഴായിരിക്കും ഫലം കിട്ടുന്നത്. പക്ഷേ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒരുപോലെ ഫലം നേടിത്തരണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റായിട്ട് തോന്നുന്നത്, ഇത് ചെയ്താൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ പുതിയ ഓരോന്നും മേഡം പറയുന്നുണ്ട് ശ്രമിച്ചു നോക്കാം എന്ന് കരുതി ശ്രമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നിങ്ങൾക്കത് ഫലം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അത് തുടർച്ചയായിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഫലം കിട്ടാത്തവരുണ്ടെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ₹1 പോലും ചിലവില്ലാതെ നമുക്ക് പെട്ടെന്ന് ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്ന മെത്തേഡുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ പൂർണ്ണമായും വിശ്വാസമുള്ള ഏതൊരാൾക്കും ഇതുപോലുള്ള താന്ത്രികങ്ങൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിലെല്ലാം തന്നെ വിശ്വാസമുണ്ടാകും. ഇനി ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ എന്താണ് ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് നോക്കാം. നമ്മളിൽ പലരും പറയും, എൻ്റെ കയ്യിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ പൈസ ഉണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, അതെൻ്റെ പേഴ്സുകളിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു 5-6 ദിവസമാകുമ്പോഴേക്കും എൻ്റെ പേഴ്സിൽ വെറും കാലിയായിട്ടാണ് കിടക്കുന്നത്, ₹1 പോലും തങ്ങി നിൽക്കുന്നില്ല. എൻ്റെ കയ്യിൽ പണം വരുന്നതും അറിയുന്നില്ല, പോകുന്നതും അറിയുന്നില്ല. അതുപോലെ തന്നെ എന്നോട് എന്തെങ്കിലും സഹായമായിട്ട് ചോദിച്ചവർക്ക് ഞാൻ സഹായിക്കുന്നുണ്ട്, പക്ഷേ അത് അവർ തിരിച്ചു തരുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. എപ്പോഴും പാഴ്ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഈ മെത്തേഡ് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്ന മുന്നേ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പകൽ സമയങ്ങളിലാണ് ഒഴിവ് എന്നിരിക്കെ നിശബ്ദമായിരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ ടെൻഷനുകളുമില്ല, ചിന്തകളുമില്ല, എനിക്ക് ഇപ്പോൾ എൻ്റെ ആവശ്യം നിറവേറി കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മെത്തേഡ് ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതിനായി നമുക്കൊരു ചെറിയ കഷ്ണം വരയിടാത്ത പേപ്പറാണ് ആവശ്യം. വരയിടാത്ത പേപ്പർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഒരു ചെറിയ കഷ്ണമാക്കി നമുക്കിതിനെ മുറിച്ച് തയ്യാറാക്കി വെക്കാം. ഇനി ഇതിനാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്പ്രേ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ സാൻഡലിൻ്റെ പെർഫ്യൂം ഉണ്ടെങ്കിലും ശരി, ഇനി അതല്ല നമ്മുടെ കയ്യിൽ ജവാദ് പൗഡർ ഉണ്ടെങ്കിൽ അത്. ഇനി ഇവയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് കുറച്ച് കറുകപ്പട്ട പൊടിയാക്കിയെടുത്ത് അതിൽ നമുക്ക് വെള്ളം കലർത്തി ഈ ഒരു പേപ്പറിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടാവുന്നതാണ്. ഞാനിപ്പോൾ സ്പ്രേ ആണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് ഉണങ്ങുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനു ശേഷം നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. നിങ്ങൾ സ്കെച്ച് കൊണ്ട് കഴിവതും എഴുതാതിരിക്കുക, കാരണം അത് സ്പ്രെഡായി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതുപോലെ റീഫിൽ പെന്നുകൊണ്ട് എഴുതാം. ഇനി നമുക്ക് ഈ പേപ്പറിന് ആദ്യം 777 എന്ന് 3 7 എഴുതി
താഴെ റുപ്പീസിൻ്റെ സിമ്പലാണ് വരയ്ക്കേണ്ടത്. ഇത് വരയ്ക്കാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ RS എന്നോ രൂപ എന്നോ എഴുതാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായ തുക എത്രയാണോ നമുക്ക് അത് എഴുതാവുന്നതാണ്. ആവശ്യമായ തുക നിങ്ങൾക്കിപ്പോൾ 2 ലക്ഷമാണെങ്കിൽ അത് എഴുതാം, 50 ലക്ഷമാണെങ്കിൽ എഴുതാം. അതുപോലെ എഴുതി താഴെ നിങ്ങളുടെ പേര് എഴുതാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പേര് എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതി ഇതിനെ നമുക്ക് മടക്കി നമ്മുടെ പേഴ്സുകളിൽ വെക്കാം, അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ബീറോയിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റുകളിൽ നമുക്ക് സൂക്ഷിക്കാം. ഇത് എത്ര ദിവസം ഇങ്ങനെ വെക്കണമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഇങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്ര ദിവസത്തിനുള്ളിലാണോ എത്തിച്ചേരുന്നത് എന്ന് നിങ്ങൾ കണക്കിലെടുക്കാം. ആദ്യം ഇത് എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള പണം എത്രയെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒരു നോട്ട് പുസ്തകത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചാണെങ്കിലും ചിലപ്പോൾ ആദ്യം 2000 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ 2000 നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ നിങ്ങൾ കുറേശ്ശെയായിട്ട് പണം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ നിങ്ങൾ എഴുതിയ തുകയാകുന്നത് വരെയും എല്ലാം എഴുതി വെച്ചതിന് ശേഷം ആ തുക ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതിനെ എടുത്ത് കത്തിച്ചു കളയാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കത് അവിടെ തന്നെ ഇരുന്നാലും സാരമില്ല. എപ്പോൾ നിങ്ങൾക്കിത് മാറ്റണമെന്ന് തോന്നുന്നുവോ ആ സമയമാകുമ്പോൾ ഈ പേപ്പർ കത്തിച്ച് കളയാവുന്നതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 ലക്ഷം രൂപ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 10 ലക്ഷവും നമുക്ക് ഒരൊറ്റ ടൈമിൽ കിട്ടണമെന്നില്ല. പല വഴികളിലൂടെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ശമ്പളമായിരിക്കാം വന്നു ചേരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് കടമായി വാങ്ങിച്ചവരായിരിക്കാം നമ്മളിലേക്ക് ആ പണം തിരികെ കൊണ്ടുതരുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ലോണ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു കുറിയോ ചിട്ടിയോ നമ്മളിലേക്ക് എത്തിച്ചേരുകയോ എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ തുകയെല്ലാം നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ച് ഈ 10 ലക്ഷം രൂപ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ആവശ്യപ്പെട്ട തുക ഈ പ്രപഞ്ചം തന്നനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അതിനാലാണ് ഞാൻ പറയുന്നത് എഴുതി വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. ചിലപ്പോൾ ഇന്നൊരു 100 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ചിലപ്പോൾ നാളെ ഒരു 500, 1000, 2000, 5000 കിട്ടിയാൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായും നമ്മളിലേക്ക് പണം തടസ്സമില്ലാതെ വന്നു ചേരുന്നതായിരിക്കും. ഇതെല്ലാം വളരെ എളുപ്പത്തിൽ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ഇതിൽ യാതൊരുവിധ ചിലവുകളുമില്ല. വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം മാത്രം മതി നമ്മുടെ പണ കഷ്ടങ്ങൾ മാറുകയും സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതാകുകയും പണം നമ്മളെ തേടി വരികയും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇനി പേഴ്സുകളിൽ വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടെ എടുത്തു നോക്കണമോ എന്ന് പോലും സംശയിക്കേണ്ട കാര്യമില്ല. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ എടുത്തു നോക്കേണ്ട കാര്യമേ ഇല്ല. മാത്രമല്ല ഇതെഴുതി വെറുതെ വീട്ടിലിരുന്നാൽ പണം വന്നു ചേരുമോ എന്നുള്ളവരുടെ സംശയത്തിനുള്ള മറുപടിയായിട്ട് ഇതെഴുതി വെറുതെ വീട്ടിലിരുന്നാൽ ഒരിക്കലും പണം നമ്മളെ തേടി വരില്ല. മറിച്ച് നമുക്ക് ന്യായമായി നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള പണങ്ങൾ നമ്മളെ തേടി വരുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പണ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും മണി ബ്ലോക്കേജുകൾ മാറ്റിയെടുക്കുവാനും സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ വീഡിയോകളെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.